ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിക്കാഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിൾ കമാൻഡാണ്. എങ്ങനെ നമുക്ക് ഓട്ടോക്യാഡിൽ സർക്കിൾ വരയ്ക്കാം. സോ ടൈപ്പ് ഈ കമാൻഡ് എന്നുള്ള കമാൻഡ് ബാറിൽ പോയിട്ട് നിങ്ങൾ സർക്കിൾ എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റിബൺ സെക്ഷനിൽ നിന്ന് സർക്കിൾ എന്നുള്ള ഓപ്ഷൻ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള CON യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ സർക്കിളിന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം കേഴ്സറിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. കമാൻഡ് ആക്റ്റീവായിട്ട് ഞാൻ സ്ക്രീനിൽ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സൈസിൽ എനിക്ക് വരയ്ക്കാവുന്നതാണ്. സോ ഞാൻ നെക്സ്റ്റ് പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സൈസിലുള്ള സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ റിബൺ ഏരിയയിൽ സർക്കിൾ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ 3 ഓപ്ഷൻസ് കാണാം. സോ അതിലെ ഫസ്റ്റ് ഓപ്ഷനാണ് സെൻറ്റർ റേഡിയസ്. സെൻറ്ററും റേഡിയസും ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്കൊരു സർക്കിൾ വരയ്ക്കാം അത് നമുക്ക് നോക്കാം. സെൻറ്റർ റേഡിയസിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്ക്രീനിൽ വന്ന് സ്പെസിഫൈ സെൻറ്റർ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് റേഡിയസ് ടൈപ്പ് കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഈ ഡൈനാമിക് ഇൻപുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ ഏറ്റവും താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാറിൽ പോയി നിങ്ങൾക്ക് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ 2000 mm ഉള്ള റേഡിയസ് ഉള്ളൊരു സർക്കിൾ ഞാനിവിടെ വരച്ചു. 2000 mm ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോ എനിക്ക് 2000 mm ഒരു സർക്കിൾ വന്നു. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഡയമീറ്റർ ആണ്. സെൻറ്റർ ഡയമീറ്റർ ഞാൻ ക്ലിക്ക് ചെയ്തു. സെൻറ്റർ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ 1500 അതായത് ഡയമീറ്റർ കൊടുത്തപ്പോൾ എനിക്ക് 1500 ഡയമീറ്ററുള്ള ഒരു സർക്കിൾ എനിക്ക് കിട്ടി. സോ നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 പോയിൻ്റ് ആണ്. അതിനായിട്ട് ഞാൻ പിയർ എൻ്റർ 2 ലൈൻ വരയ്ക്കുകയാണ്. 2 ലൈൻ വരയ്ക്കുകയാണ്. അതിനുശേഷം സർക്കിൾ ഓപ്ഷനിൽ അവിടെ പോയി 2 പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. 2 പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ 2 പോയിൻ്റ് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് 2 പോയിൻറ്റിലുള്ള ഒരു സർക്കിൾ എനിക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് ട്രിം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 3 പോയിൻ്റ് ആണ്. 3 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് എ സർക്കിൾ യൂസിങ് 3 പോയിൻറ്റ്സ് 3 പോയിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ സർക്കിൾ വരയ്ക്കാൻ നോക്കാം. സോ 3 പോയിൻ്റ് അതിനായിട്ട് ഞാനിവിടെ പോളിഗൺ സെലക്ട് ചെയ്തു. പോളിഗൺ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ നമ്പർ കൊടുത്തതിന് ശേഷം ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. സോ ഈ ട്രയാങ്കിളിൽ 3 പോയിൻ്റ് ഉണ്ട്. ഈ 3 പോയിൻ്റ് വെച്ചതിന് ശേഷം എനിക്ക് എങ്ങനെ സർക്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. സോ ഞാൻ സെൻറ്റർ പോയിൻ്റ് 3 മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സെൻറ്ററിനുള്ളിലുള്ള ഒരു സർക്കിൾ കിട്ടി. സെയിം അതേ തന്നെ ഞാൻ വീണ്ടും 3 പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. 1 2 and 3 കറക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് സർക്കിൾ കറക്റ്റായിട്ടുള്ള സർക്കിൾ 3 പോയിൻ്റുള്ള ഒരു സർക്കിൾ കിട്ടി. സോ ഇതാണ് 3 പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ടാൻ റേഡിയസ് ആണ്. ടാൻ റേഡിയസിന് വേണ്ടി ഞാൻ ടാൻ റേഡിയസിന് മുമ്പ് ഞാൻ 2 പോളിഗൺ വെച്ച് 2 ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. 2 ടാൻജൻറ്റ് വരച്ചതിന് ശേഷം ഞാനിവിടെ പോയി ടാൻ റേഡിയസ് ക്ലിക്ക് ചെയ്തു. 2 ടാൻ റേഡിയസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് റേഡിയസ് 1200 ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് 2 പോയിൻ്റ് 2 ടാൻജൻറ്റിനെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ എനിക്ക് കിട്ടി. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടാൻ ആണ്. അത് 3 സർക്കിൾ അല്ലെങ്കിൽ 3 സൈഡ്സിനെ ടച്ച് ചെയ്തിട്ട് എങ്ങനെ ഒരു സർക്കിൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനുശേഷം പോയിട്ട് ടാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സോ 3 പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. സോ 3 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ആ 3 സൈഡ് 3 ടാൻജൻറ്റിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.